നമസ്കാരം. നമ്മളിന്ന് പഠിക്കുന്നത് കേരള ജിയോഗ്രഫിയിലുള്ള എനർജി സോഴ്സസിനെ കുറിച്ചാണ്. ഇതിൽ ഒരുപാട് PYQ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനർജി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കുന്നത് ജലവൈദ്യുതി പദ്ധതികളെക്കുറിച്ചാണ്. ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലവൈദ്യുതിയാണ്. ആ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഈ ഒരു പാർട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇതിൽ ഞാൻ 3 പേജസ് അതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ പേജസിൽ ഇതിലുള്ള മുഴുവൻ ഡീറ്റെയിൽ, അതായത് നമുക്ക് പഠിക്കേണ്ട 1 ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെ പേജസിൽ PYQ, ഒന്നാമത്തെ പേജസിൽ മെയിൻ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പഠിക്കുന്ന ഞാൻ ഇവിടെ കുറച്ച് സ്ഥാപനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ ഊർജ്ജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികളാണ്. ഈ ഏജൻസികളെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കേട്ടില്ലാത്ത ഏജൻസി ഇതിൽ കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് കണ്ടൻറ്റ് ഇതിലുള്ള ഒരു ടോപ്പിക്കാണ്. കേരള സംസ്ഥാന വൈദ്യുത ബോർഡ്, അതാണ് ഈ KSEB എന്ന് പറയുന്നത്. കേരള സംസ്ഥാന വൈദ്യുത ബോർഡാണ് KSEB. ഓക്കെ, KSEB സ്ഥാപിതമായ വർഷം വിത്ത് ഡേറ്റ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ്. 1957 മാർച്ച് 31 KSEB സ്ഥാപിക്കപ്പെട്ടത്. 1957 മാർച്ച് 31 കേരളത്തിലെ ഊർജ്ജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികളിൽ ഒന്നാമത്തെയാണ് നമ്മൾ പഠിച്ചത്, കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അല്ലെങ്കിൽ KSEB. ഓക്കെ, അടുത്തത് EI എന്ന് ഞാൻ അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. ആ ഒരു സ്ഥാപനം നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ഒരു ഏജൻസിയാണ്. അതായത് കേരളത്തിൽ ഊർജ്ജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന മറ്റൊരു ഏജൻസിയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. അടുത്ത അനേർട്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അനേർട്ട് സ്ഥാപിതമായ വർഷം ചോദിച്ചിട്ടുണ്ട്. 1986. അനേർട്ടിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നാണ്. ഇനി അടുത്തത് EMC എന്ന് പറയുന്നത് എനർജി മാനേജ്മെൻറ്റ് സെൻ്ററാണ്. കേരളത്തിൻ്റെ ഊർജ്ജം, ഇതൊരു ആപ്തവാക്യമാണ്, ചോദിച്ചിട്ടുണ്ട്. അത് KSEBയുടെ ആപ്തവാക്യമാണ്, കേരളത്തിൻ്റെ ഊർജ്ജം എന്നുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക ആസ്ഥാനം. കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക ആസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളത്ത് കൊച്ചിയിലാണ്. ഓക്കെ, KSEBയുടെ കീഴിലാണെങ്കിൽ ഇപ്പോൾ പഴയ 2020-21 കണക്കനുസരിച്ച് 38 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റും 1 കാറ്റാടി ഫാമും 24 സോളാർ പ്ലാന്റും ഉണ്ട്. ഈ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. എന്താണ് ഒരുമ 2006? ഒരുമ 2006 എന്ന് പറയുന്നത് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. വൈദ്യുത ബോർഡിൻ്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ. അത് വന്നത് 2006. അപ്പോൾ ഒരുമ എന്താണെന്ന് വെച്ചാൽ വൈദ്യുത ബോർഡിൻ്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ. 2006 നിലവിൽ വന്നു. അടുത്തത് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. നമ്മളിവിടെ പഠിച്ചു 2001 നിലവിൽ വന്ന എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. അപ്പോൾ 2001 എനർജി കൺസർവേഷൻ ആക്ട് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട കേരള സംസ്ഥാന സ്ഥാപനമാണ് ഏത്? എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. ഇതെന്ന് പറഞ്ഞാൽ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഊർജ്ജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ ഊർജ്ജ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. അതിൽ തന്നെ കിടപ്പുണ്ടല്ലേ, എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. എനർജി എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഉള്ള ഒരു സെൻറ്ററാണ് ഇത്. ചുമതലപ്പെട്ട 2001 കൺസർവേഷൻ ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി ചുമതലപ്പെട്ട സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. അതാണ് ഞാൻ ഇവിടെ 2001 ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തത് സംസ്ഥാന വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 2018 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഊർജ്ജ കേരള മിഷൻ എന്ന് പറയുന്നത് 2018 കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. മറ്റൊരു പദ്ധതി 2013 ലാഭപ്രഭ. ഇതൊരു ഊർജ്ജ സംരക്ഷണ പദ്ധതിയാണ്. ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണത്തിനായി ഇലക്ട്രിസിറ്റി ബോർഡ് ആവിഷ്കരിച്ച ഊർജ്ജ സംരക്ഷണ പദ്ധതിയാണ് ലാഭപ്രഭ. എനർജി കറണ്ട് വേസ്റ്റായി കളയാതിരിക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് അത് ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. അപ്പോൾ ഏറ്റവും വലുതും ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി തന്നെയാണ്. ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ വരാൻ കാര്യം അവിടെ എന്താണ്? പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്. അതും പഠിക്കണം.
ഇനി കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. തിരുവനന്തപുരമാണ്. 1929 വൈദ്യുതീകരിച്ചത്. എന്നാൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ജില്ല ചോദിച്ചാൽ, നഗരം ചോദിച്ചാൽ തിരുവനന്തപുരം 1929, പൂർണ്ണമായി വൈദ്യുതീകരിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടാണ്. ഈ പാലക്കാട് സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായിട്ട് പ്രഖ്യാപിച്ച വർഷം ഒന്ന് പഠിക്കുക, 2010 ഫെബ്രുവരി 16 2010 ഫെബ്രുവരി 16. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് കുറച്ച് പദ്ധതികളാണ്, ഓർത്തിരിക്കുക. ഊർജ്ജ കേരള മിഷൻ്റെ ഭാഗമായിട്ട് ഈ 2018 ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പദ്ധതികളുണ്ട്. ഒന്ന് സൗര എന്ന് പറയുന്നത് സൗരോർജ്ജത്തിൽ നിന്ന് 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം ലക്ഷ്യമിട്ട പദ്ധതി. ഫിലമെൻറ്റ് രഹിത കേരളം, അത് ചോദിക്കാറുള്ളതാണ്. LED ബൾബുകൾ മിതമായ റേറ്റിൽ നൽകുന്ന പദ്ധതിയാണ് ഫിലമെൻറ്റ് രഹിത കേരളം. ദ്യുതി 2021 വൈദ്യുതി വിതരണ ശൃംഖലയെ നവീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ദ്യുതി 2021. ട്രാൻസ്ഗ്രിഡ് 2.0 പ്രസരണ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ് 2.0. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സേഫ് എന്ന് പറയുന്നത് സുരക്ഷിതമായ വൈദ്യുത ഉപയോഗ പ്രചാരണ പദ്ധതിയാണ്. ഈ സേഫ് ആ പേരിൽ തന്നെ ഉണ്ട്, ഈ സേഫ്. ഓക്കെ, നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് പള്ളിവാസലിനെ കുറിച്ചാണ്. പള്ളിവാസൽ അത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പോയിന്റ് പഠിക്കാം. കലൂർ, കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുത സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയെന്ന് വെച്ചാൽ കലൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുത സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് കലൂർ, എറണാകുളത്താണ്. പള്ളിവാസലിനെ കുറിച്ച് എന്താ അറിയാം? പള്ളിവാസൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഇനി പള്ളിവാസലിൻ്റെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അത് 1900 കണ്ണൻദേവൻ കമ്പനിയാണ് അതിനുവേണ്ടി സഹകരിച്ചത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഒഫീഷ്യലി ഏതാണ്? അത് പള്ളിവാസലാണ്, 1940. അപ്പോൾ ആ സമയത്ത് ഈ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല നമ്മളൊന്ന് പഠിച്ചിരിക്കുക, അത് ഇടുക്കിയാണ്. ഇടുക്കി. പള്ളിവാസൽ പദ്ധതിയിൽ സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയാണ്. മുതിരപ്പുഴ ഏത് രാജാവിൻ്റെ കാലത്താണ് എന്ന് ചോദിച്ചാൽ അത് ശ്രീ ചിത്തിര തിരുനാൾ രാജാവിൻ്റെ കാലത്താണ്. കേരളത്തിലെ രണ്ടാമത്തെ വൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് ചെങ്കുളമാണ്. 1954 ചെങ്കുളം. പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം, മുതിരപ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചത്. ഇത് ചെങ്കുളം വൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നു. 1954. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിലെ പോഷക നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് തന്നെ? മുതിരപ്പുഴ തന്നെയാണ്, മുതിരപ്പുഴ. ഇടുക്കി വൈദ്യുത പദ്ധതി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആദ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിവാസൽ, ഏറ്റവും വലുത് ചോദിച്ചാൽ ഇടുക്കിയാണ്, ഏറ്റവും കൂടുതൽ ചോദിച്ചാലും ഇടുക്കിയാണ്. ഇടുക്കി വൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്ന അണക്കെട്ടുകൾ, ഡാമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ഡാം വരും, കുളമാവ് വരും, പിന്നെ ചെറുതോണി വരും. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എളുപ്പ വേർഡുണ്ട്, അതാണ് KEC, ഓക്കെ, കേക്ക് എന്ന് വായിക്കുക. ഓക്കെ, നമ്മൾ കേക്ക് എന്ന് അല്ലാതെ മംഗ്ലീഷ് എഴുതി കഴിഞ്ഞാൽ അത് വേറൊരു സ്പെല്ലിങ് വരും. ഇത് KEC എന്നൊക്കെ പഠിക്കുക, കേക്ക്. കേട്ടോ? അതായത് കുളമാവ് ഈ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇടുക്കി. കേട്ടോ? ഇടുക്കി, പിന്നെ ചെറുതോണി സി. ഇനി 2 വർഷം ഇവിടെ പഠിക്കാനുണ്ട്. ഇടുക്കി ഡാം ജലവൈദ്യുത പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട് 2 വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം 75 ഒക്ടോബർ 4. ഇനി ഇടുക്കി ഡാമിൽ നിന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം ചോദിച്ചാൽ 76 ഫെബ്രുവരി 12. ഈ ഡേറ്റുകൾ തിരിഞ്ഞു പോകരുത്. ഒന്നാമത്തത് ആരംഭിച്ച വർഷവും രണ്ടാമത്തെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച വർഷവുമാണ്. 75-76 ഒക്ടോബർ 4 ഫെബ്രുവരി 12. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം PYQ ആണ്. ഏതാണ്? കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം PYQ ആണ്, ചെറുതോണിയാണ്. ഇടുക്കിയിലൊക്കെ നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ അത് കാണാൻ പറ്റും, ചെറുതോണി ഡാമൊക്കെ. നമ്മൾ കയറിപ്പോണ വഴിയിലാണ്, ആ ഹിൽ ഏരിയ കയറി പോകുന്ന വഴിയിലാണ് ചെറുതോണി ഡാം കാണപ്പെടുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം കാനഡ, PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു PYQ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണെന്ന് വെച്ചാൽ മൂലമറ്റമാണ്. മൂലമറ്റം. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയാം, കലൂരിൻ്റെ പോയിന്റുകൾ മറന്നു പോകരുത്. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് കലൂറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂലമറ്റത്താണ്. ഇടുക്കിയിലാണ് മൂലമറ്റം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചിട്ടുണ്ട്, കുറ്റ്യാടിയാണ്. 1972 സ്ഥാപിതമായി. കുറ്റ്യാടി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്.
അടുത്ത ചോദ്യം, ഉറുമി ഫസ്റ്റ് സെക്കൻഡ് എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ്. ഉറുമി എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചൈനയായിട്ടൊന്ന് ഉപമിക്കാൻ പറ്റും ആ ഒരു പേര് അല്ലേ. കോഴിക്കോട് ജില്ലയിലാണ് ഈ ഉറുമി ജലവൈദ്യുത പദ്ധതി വന്നത്. അതിനെ സഹായിച്ചതാണ് ചൈനയാണ്. കോഴിക്കോട് മറക്കരുത്, ഉറുമി മറക്കരുത്, ചൈന മറക്കരുത്. ഉറുമി ഫസ്റ്റും സെക്കൻഡും ഒക്കെ എവിടെ തന്നെ, കോഴിക്കോട് തന്നെ സഹായിച്ച രാജ്യം ചൈനയാണ്. അടുത്തൊരു PYQ ആണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? PYQ ആണ്. ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത്. ഈ പെരിങ്ങൽകുത്ത് വന്ന അതുകൊണ്ട് നിങ്ങൾ വർഷം ഒന്ന് പഠിച്ചിരിക്കുക, ഇതുവരെ ചോദിച്ചിട്ടില്ല. 57 മാർച്ച് 6 57 മാർച്ച് 6. PYQ, കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശബരിഗിരിയാണ്. ശബരിഗിരി ആ പേര് കേൾക്കുമ്പോൾ അറിയാമല്ലേ, ശബരി മല നമ്മൾ ആലോചിച്ചാൽ ശബരിഗിരി എന്താണ്, പമ്പ എന്താണ്, പത്തനംതിട്ട. ഈ 2 പോയിന്റ് നമുക്ക് കിട്ടും. ഇനി ഇത് ഈ ഒരു പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ പത്തനംതിട്ടയാണ്. എന്നാൽ ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിലാണ് പമ്പാ നദിയും കക്കി നദിയും സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശബരിഗിരിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെടുന്ന 2 നദികളാണ് പമ്പാ നദിയും കക്കി നദിയും. ശബരിഗിരി വന്ന വർഷം പഠിക്കുക 1966 ഏപ്രിൽ 18 ഏപ്രിൽ 18. കല്ലട ജലസേചന പദ്ധതിയിൽ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് കല്ലട ജലവൈദ്യുത പദ്ധതി. ഇത് നിലവിൽ വന്നത് 1994 ജനുവരി 5. എന്നാൽ പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1996 ജൂൺ 5. മാറിപ്പോലെ ജനുവരി 5 ജൂൺ 5. കല്ലട 94, പേപ്പാറ 96. സാധാരണ വർഷമാണ് സാധ്യത ചോദിക്കാൻ. ഓക്കെ. നേരിമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇതാണ്, പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി കണ്ണൂരാണ്. കണ്ണൂർ വളപട്ടണം പുഴയിലാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചാണ്. അപ്പോൾ കേരളത്തിൽ 3 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളുണ്ട്. ഒന്ന് മണിയാറാണ്. മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. കുത്തുങ്കലാണ് അടുത്തത്, അത് ഇടുക്കിയിലാണ്. ഉള്ളങ്കൽ സ്ഥിതി ചെയ്യുന്നതും പത്തനംതിട്ടയിലാണ്. നമ്മൾ ആദ്യം പഠിച്ച മണിയാറായതുകൊണ്ട് മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ട് പഠിക്കേണ്ടത്. ഏറ്റവും വലുത് ചോദിച്ചാൽ അത് കുത്തുങ്കലാണ്, ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കിയിൽ രാജാക്കാടാണ്. ഇനി ഉള്ളങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. 3 ജലവൈദ്യുത പദ്ധതികൾ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചു. മാങ്കുളം, ഇടുക്കിയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കിയിലെ മാങ്കുളമാണ്. സ്വന്തമായിട്ട് മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. ഈ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആദ്യത്തേത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടാണല്ലോ. അതിൻ്റെ പേരാണ് മീൻവല്ലം സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ് ഈ ഒരു പദ്ധതി. ഇനി കേരളത്തിലെ സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന ഒരൊറ്റ മുനിസിപ്പൽ കോർപ്പറേഷനേ ഉള്ളൂ, അതിൻ്റെ പേരാണ് തൃശ്ശൂർ. കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നേടിയ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയാണ്. കണ്ണാടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു നോട്ട് പഠിക്കുക. കേരളത്തിലെ പ്രധാനപ്പെട്ട വൻകിട ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന നദിയും ജില്ലയാണ്. ഇടുക്കി നമ്മൾ പഠിച്ചു അല്ലേ, ഇടുക്കി വരുന്നത് പെരിയാറാണെന്നറിയാം. ഇടുക്കി ഡാം ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ശബരിഗിരി പമ്പയിലാണെന്നറിയാം, അത് പത്തനംതിട്ടയിലാണെന്നറിയാം. കക്കാട് സ്ഥിതി ചെയ്യുന്നതും പമ്പ നദിയിലാണ്, അത് പത്തനംതിട്ടയാണ്. കക്കിയും കക്കാടും നമ്മൾ തിരിഞ്ഞു പോകരുത്. കക്കാട്, പമ്പ, പത്തനംതിട്ട. പള്ളിവാസൽ നമ്മൾ പഠിച്ചതാണ്, മുതിരപ്പുഴ ഇടുക്കിയാണ്. ചെങ്കുളം നമ്മൾ പഠിച്ചതാണ് 54, പള്ളിവാസൽ 40, 1900. അപ്പോൾ ചെങ്കുളം, മുതിരപ്പുഴ ഇടുക്കിയിലാണ്. പന്നിയാർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിൽ തന്നെയാണ്. നദി ചോദിച്ചാൽ പന്നിയാർ തന്നെയാണ്. മാട്ടുപ്പെട്ടി കോൺക്രീറ്റ് ഡാം അല്ലേ, അതെവിടെയാണ്? പെരിയാറിലാണ്, ഇടുക്കിയിലാണ്. കുത്തുങ്കൽ വരുന്നത് പന്നിയാറിലാണ്, ഇടുക്കി. നമ്മൾ നേരത്തെ പഠിച്ചു കുത്തുങ്കൽ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി, അത് വരുന്നത് പന്നിയാറിലാണ്, ഇടുക്കിയിലാണ്. നേര്യമംഗലം നമ്മൾ പഠിച്ചു അടിമാലിയാണ് സ്ഥലം വരുന്നത് അല്ലേ. നേര്യമംഗലം മുതിരപ്പുഴയിലാണ്, ഇടുക്കിയാണ്. മുതിരപ്പുഴ ഇടുക്കി. ലോവർ പെരിയാർ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോവർ പെരിയാർ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ തന്നെയാണ്, ഇടുക്കിയാണ്. ഇടമലയാർ നദിയിലാണ്, അത് എറണാകുളമാണ് കേട്ടോ. ഇടമലയാർ എറണാകുളമാണ്. ഷോളയാർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഷോളയാർ അത് ചാലക്കുടി പുഴയിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. ഈ പെരിങ്ങൽകുത്ത് ഞാൻ നേരത്തെ പഠിച്ചു, വർഷം നമ്മൾ പഠിച്ചതാണ്. പെരിങ്ങൽകുത്ത് എത്രയാണെന്ന് ഓർക്കാൻ പറ്റുമോ? പെരിങ്ങൽകുത്ത് നമ്മൾ പഠിച്ചതാണ് 57 മാർച്ച് 6. അത് ചാലക്കുടി പുഴയിലാണ്, തൃശ്ശൂരാണ്. കുറ്റ്യാടി 1972 കുറ്റ്യാടിപ്പുഴ, കോഴിക്കോട്. ഇത്രയാണ് ഈ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് ജലസേചനത്തെക്കുറിച്ചാണ്. ഓക്കെ, താങ്ക് യു.